ബിഗ് ബോസ് മലയാളം സീസൺ 6 ആരംഭിച്ചിരിക്കുകയാണ്. 19 പേരുമായാണ് ഇത്തവണത്തെ ഷോ ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ലോഞ്ച് എപ്പിസോഡിൽ ഓരോരുത്തരായി ബിഗ് ബോസ് വീട്ടിലേക്ക് കടന്നു വരികയും ചെയ്തു. സീരിയൽ സിനിമാ താരങ്ങളും സോഷ്യൽ മീഡിയ താരങ്ങളും കോമണേഴ്സുമാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അതേസമയം ആദ്യ ദിവസം തന്നെ ബിഗ് ബോസ് വീട് അടികൾക്ക് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. ആദ്യ ദിവസം തന്നെ ശ്രദ്ധ നേടിയ രതീഷാണ് അടിയുടെ ഒരു വശത്തുള്ളത്. മറുവശത്തുള്ളത് ജാൻമണിയാണ്. രതീഷിൽ നിന്നും ജാൻമണിയിൽ നിന്നും ആരംഭിച്ച വഴക്ക് പിന്നീട് ബിഗ് ബോസ് വീട്ടിലെ മറ്റുള്ളവരിലേക്കും പടർന്നു പിടിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം മുതൽ ജാൻമണിയും രതീഷും തമ്മിൽ ഉരസലുകളുണ്ടായിരുന്നു. ജാൻമണിയുടെ സിഗരറ്റ് വലിക്കെതിരെയായിരുന്നു രതീഷ് പ്രശ്നമുണ്ടാക്കിയത്. താൻ ചൊറിഞ്ഞ കണ്ടന്റ് ഉണ്ടാക്കും എന്ന് നേരത്തെ പ്രഖ്യാപിച്ചു തന്നെ ബിഗ് ബോസ് വീട്ടിലേക്ക് കടന്നു വന്ന താരമാണ് രതീഷ്. ഇതിൻ്റെ തുടർച്ച എന്ന നിലയിൽ ഇന്നും കിച്ചണിൽ വെച്ച് രതീഷും ജാൻമണിയും തമ്മിൽ കൊമ്പു കോർക്കുകയായിരുന്നു. ജാൻമണിയുടെ പിന്നാലെ ചെന്ന് രതീഷ് തന്നെയാണ് പ്രശ്നമുണ്ടാക്കിയത്. കണ്ടന്റ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു രതീഷിൻ്റെ നീക്കവും. ഇതിനിടെ രതീഷ് ജാൻമണിയുടെ സംസാര ശൈലിയെ പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വഴക്കിലേക്ക് മറ്റുള്ളവർ വന്ന് ഇരുവരെയും പിരിച്ചുവിടുകയായിരുന്നു. അടുക്കളയിൽ നിന്നും പോകുന്നതിന് മുൻപായി ജാൻമണി അടുപ്പിൽ നിന്നും സിഗരറ്റ് കത്തിച്ചിരുന്നു. എന്നാൽ അത് രതീഷ് കണ്ടിരുന്നില്ല. സിഗരറ്റും കത്തിച്ച് പുറത്തെ സ്മോക്കിംഗ് ഏരിയയിലേക്ക് ജാൻമണി പോയി. ബിഗ് ബോസ് വലിക്കാനുള്ള സിഗരറ്റ് നൽകിയിരുന്നുവെങ്കിലും കത്തിക്കാനുള്ള ലൈറ്റർ നൽകിയിരുന്നില്ല. ഇതോടെയാണ് ജാൻമണി അടുപ്പിൽ നിന്നും സിഗരറ്റ് തീ കൊളുത്തിയത്. സിജോ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചതും കിച്ചണിൽ നിന്നും പൊട്ടിത്തെറിച്ചുകൊണ്ടായിരുന്നു രതീഷ് പുറത്തേക്ക് വന്നത്. തീർത്തും നാടകീയമായ രീതിയിലായിരുന്നു രതീഷിൻ്റെ പ്രതികരണം. നിങ്ങൾ ചെയ്തത് ശരിയായില്ലെന്നും ഗ്യാസ് പൊട്ടിത്തെറിച്ചിരുന്നുവെങ്കിലോ ഇത്രയും പേരുടെ ജീവൻ വെച്ച് കളിക്കരുതെന്നുമൊക്കെയായിരുന്നു രതീഷ് ജാൻമണിയോട് പറഞ്ഞത്. താൻ ലൈറ്റർ ഇല്ലാത്തതിനാലാണ് അടുപ്പിൽ നിന്നും സിഗരറ്റ് കത്തിച്ചതെന്ന് ജാൻമണി പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ രതീഷ് കത്തിക്കേറുകയായിരുന്നു. ഇടയ്ക്ക് ദേഷ്യത്തിൽ ജാൻമണി രതീഷിനെ ആട്ടിത്തുപ്പുന്നുമുണ്ട്. ഇതോടെ രതീഷും തിരിച്ച് ജാൻമണിയെ ആട്ടിത്തുപ്പുകയും ദേഷ്യപ്പെടുകയും പരിഹസിക്കുകയുമൊക്കെ ചെയ്യുന്നുമുണ്ട്. ഒടുവിൽ മറ്റുള്ളവർ ചേർന്നാണ് രതീഷിനെ പിടിച്ചു മാറ്റിയത്. അതേസമയം പിന്നാലെ രതീഷും സിജോയും തമ്മിലായി വഴക്ക്. രതീഷ് പറഞ്ഞത് നല്ല കാര്യമാണെങ്കിലും ഇത്രയും വലിയൊരു വഴക്കുണ്ടാകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ലെന്നാണ് രതീഷിനോട് സിജോ പറഞ്ഞത്. ഇതോടെ രതീഷും സിജോയും തമ്മിലായി വഴക്ക്. ഇരുവരും തമ്മിൽ ശക്തമായ വാക്പോര് തന്നെ നടക്കുന്നുണ്ടായിരുന്നു. ഇതിനിടെ വിഷയത്തിൽ ജാസ്മിൻ ഇടപെടാൻ ശ്രമിക്കുന്നതും കാണാനായി. രതീഷ് പ്രശ്നത്തെ വലുതാക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ജാസ്മിൻ അപ്പോൾ പറഞ്ഞത്. ഈ ബഹളങ്ങളുടെ ഇടയിൽ ജാൻമണി നിയന്ത്രണം വിട്ട് കരയുന്നതും കാണാനായി. എന്തായാലും ആദ്യ ദിവസം തന്നെ ബിഗ് ബോസ് വീട്ടിൽ ബഹളമായി മാറിയിരിക്കുകയാണ്. ആദ്യ ദിവസം തന്നെ ശ്രദ്ധ നേടാൻ രതീഷിനും ജാൻമണിക്കും സിജോയ്ക്കും ജാസ്മിനുമൊക്കെ സാധിക്കുകയും ചെയ്തു. അതേസമയം ഇവരിൽ ആരൊക്കെ ഈ ഓളം നിലനിർത്തിക്കൊണ്ട് പോകുമെന്നത് കണ്ടു തന്നെ അറിയണം. കൂടാതെ ആദ്യ ദിവസം മിണ്ടാതിരുന്നവർ വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും ഗെയിമിൽ ആക്റ്റീവായി വരിക എന്നതും കണ്ടു തന്നെ അറിയണം.